ഹേ ഗായ്സ്, വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു കേക്ക് തയ്യാറാക്കാം. റെഡ് വെൽവെറ്റ് കേക്കാണ് തയ്യാറാക്കുന്നത്. പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ ഒരു കേക്ക് തയ്യാറാക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. നമ്മൾ ഈ ഒരു കേക്ക് എഗ്ലെസ് ആണ് തയ്യാറാക്കുന്നത്. 1.5 കിലോ സൈസിൽ വരുന്ന നമ്മുടെ കേക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ആദ്യം ഒരു ബൗൾ എടുക്കാം. അതിലോട്ട് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് 1 ടീസ്പൂണ് വിനാഗിരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കേർഡലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. എഗ്ഗ് യൂസ് ചെയ്യുന്നില്ല, അതാണ് അപ്പോൾ നമ്മൾ പാലൊന്ന് പിരിച്ചെടുക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗൾ എടുക്കാം. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെക്കാം. അതിനായിട്ട് ബൗളിലോട്ട് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് 1 കപ്പും 1/4 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വക ചേർത്തതിന് ശേഷം നമുക്കിതിലോട്ട് 1 ഞുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഈ വക ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തെള്ളിയെടുക്കാം. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ടൊന്ന് തെള്ളിയെടുത്തതിന് ശേഷം ഒരു വിസ്കോ അല്ലെ ഫോർക്ക് ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളെല്ലാം നന്നായിട്ട് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പാല് റെഡിയാക്കി വെച്ചിരിക്കുന്ന അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് ഒരു 1/4 കപ്പ് ഓയിൽ, സ്മെല്ലില്ലാത്ത ഓയിലൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലോട്ട് 1/4 ടീസ്പൂണ് വാനില എസൻസും 3 ഡ്രോപ്പ് റെഡ് കളറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു കളറൊക്കെ നോക്കിക്കോളൂ, റെഡ് കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ആണ്. നമ്മൾ ആഡ് ചെയ്യുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറുള്ള ഇൻഗ്രീഡിയൻസ് ആയിരിക്കണം. ഈ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മിക്സ്ഡ് നമ്മുടെ ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസിലൊന്ന് ആഡ് ചെയ്ത് വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് നമുക്ക് ആ ഒരു മൈദമാവെല്ലാം നന്നായിട്ട് യോജിച്ച് വരുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബാറ്റർ നോക്കിക്കോളൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സായി ഈ ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കേക്ക് ടീൻ എടുക്കാം. ഞാനിവിടെ ഒരു കേക്ക് ടീനിലോട്ട് ബട്ടർ പേപ്പർ ഒന്ന് ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറേ കേക്കിൻ്റെ വീഡിയോയിൽ നമ്മൾ ഇതെങ്ങനെ ലെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇതിൽ കാണിക്കാത്തത്. അപ്പോൾ ഇതുപോലെ ലെയർ ചെയ്തതിന് ശേഷം നമ്മുടെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒന്ന് റിലീസ് ആവാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. അതിനായിട്ട് നമ്മുടെ ഓവൻ സെറ്റപ്പ് എടുത്തിട്ടുണ്ട്. ഓവനൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത്. ഒരു ഓവൻ സെറ്റപ്പിൽ അടിയിൽ ഉപ്പ് ലെയർ കൊടുത്ത് റിങ് ഇറക്കിയിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ കേക്ക് ടീന് ഇറക്കി കൊടുക്കാം. പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ആ ഒരു ഓവൻ സെറ്റപ്പാണ് കേട്ടോ. ഇനി നമുക്ക് ലിറ്റിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലെ നമുക്കൊരു ലോഡ് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 40 to 45 മിനിറ്റ് നമുക്ക് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം നമുക്ക് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റിന് ശേഷം നമുക്ക് ലിറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. നോക്കിക്കോളൂ, സൂപ്പർ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഒരു ടൂത്ത് പീക്കോ അല്ലെങ്കിൽ നൈഫ് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രിക്ക് ചെയ്ത് നോക്കിക്കോളൂ. നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ഒരു കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ മനസ്സിലായി. ഇനി നമുക്ക് കേക്ക് ടീൻ പുറത്തോട്ട് എടുത്ത് ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷം നന്നായിട്ടൊന്ന് തണുത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഡിമോൾഡ് ചെയ്തതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഡിമോൾഡ് ചെയ്യുന്ന എല്ലാം ഞാൻ കുറേ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് മുന്നിലത്തെ വീഡിയോസ് എല്ലാം നോക്കിയെടുത്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മേലത്തെ ഭാഗം നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുന്ന ഈ ഒരു ഭാഗം നമുക്ക് റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ആ ഒരു സൈഡിലൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്രംസ് റെഡിയാക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. മോൾ ഭാഗമെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്കിനി ഈ ഒരു കേക്ക് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. 3 ലെയറായിട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നൈഫ് വെച്ച് ആദ്യം സൈഡ്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒരു നൂല് വെച്ച് നമുക്ക് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കേക്ക് 3 ലെയറായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഷുഗർ സിറപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഓരോ കേക്കിൻ്റെ ലെയറിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത ഭാഗം ഒരു മിക്സി ജാറിലോട്ട് ചേർത്ത് ക്രംസ് ആക്കിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റി വെച്ചേക്കാം കേട്ടോ.
ഈ ഒരു വെൽവെറ്റ് കേക്കിന് നമുക്ക് ക്രീം ചീസ് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ക്രീം ചീസ് ആഡ് ചെയ്യാം. അപ്പോൾ തയ്യാറാക്കിയെടുക്കാം. നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ അത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലോട്ട് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പാല് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് നമുക്ക് വിനാഗിരി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിരിങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പാല് നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് പിരിങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ലോ ഫ്ലെയിം വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പാൽ ഏകദേശം ഈ ഒരു ടെക്സ്ചറായി ആയിരിക്കും. നമ്മൾ പാല് പിരിച്ചെടുക്കുമ്പോഴത്തേക്കിന് വെള്ളമെല്ലാം വിട്ട് മാറി പിരിഞ്ഞ ഭാഗം മേൾവശം മാറിക്കിട്ടും. ഇനി നമുക്ക് ഒരു അരിപ്പേരി ഇതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നന്നായിട്ട് ഇതുപോലെ അരിച്ചെടുത്തതിന് ശേഷം വെള്ളം യൂസ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. വിനാഗിരിൻ്റെ ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ശേഷം നന്നായിട്ടൊന്ന് ആ ഒരു വെള്ളം വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് നോക്കിക്കോളൂ, നന്നായിട്ട് വെള്ളമെല്ലാം നന്നായിട്ട് വാർന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു മിക്സി ജാറിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് നമ്മുടെ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഒരു നുള്ളു ഉപ്പും കൂടെ ആഡ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നോക്കിക്കോളൂ, നല്ല പെർഫെക്റ്റ്ലി നല്ല ക്രീമി ടെക്സ്ചറിൽ നമ്മുടെ ഈ ഒരു ചീസ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ക്രീം ഒന്ന് അടിച്ചെടുക്കാം. ഞാനിവിടെ ഒരു ബൗളിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊരു ബീറ്ററോ വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഒരു സ്റ്റിഫ് കൺസിസ്റ്റൻസിൽ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ അത് പെർഫെക്റ്റ്ലി നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇതുപോലെ കമത്തുമ്പോൾ വീഴത്തൊന്നുമില്ല. അപ്പോൾ ആ ഒരു പരുവത്തിലാണ് നമ്മൾ സ്റ്റിഫായിട്ട് റെഡി ആയിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്രീം ചീസ് നമുക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീമിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ക്രീമെല്ലാം ഇവിടെ റെഡിയായി പെർഫെക്റ്റ്ലി റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ബേസൊക്കെ റെഡിയാക്കി നമുക്ക് കേക്കൊന്ന് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു ബേസ് വെച്ച് കൊടുത്തതിന് ശേഷം ക്രീം ഒന്ന് ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കേക്ക് നമ്മുടെ തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അതുപോലെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഒരു കേക്കിൻ്റെ ലെയർ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു പൈപ്പിംഗ് ബാഗിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്രീം നമുക്കൊന്ന് പൈപ്പിംഗ് ബാഗിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇച്ചിരി വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ആ ഒരു കേക്കിൻ്റെ ഒരു ഭാഗത്തിലോട്ട് മൊത്തം ചുറ്റിന് നമുക്ക് ഈ ഒരു ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പാലറ്റ് നൈഫ് വെച്ച് ഇത് നന്നായിട്ട് ക്രീം എല്ലാ ഭാഗവും നന്നായിട്ട് ഈവൻലി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അധികം ക്ലിയർ ഒന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത ലെയറും കൂടെ അതിൻ്റെ മേൽവശത്ത് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും അതേ രീതിയിൽ തന്നെ നമുക്ക് 3 ലെയറിലോട്ട് ഇതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ 3ാമത്തെ ലെയറിലും നമ്മൾ കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ക്രീം നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രാപ്പ് ചെയ്ത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒന്ന് ലെവലായതിനു ശേഷം നമുക്ക് ഫ്രീസറിലോട്ട് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒരു 10-20 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ച് അതിന് ശേഷം വീണ്ടും നമ്മൾ എടുത്ത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ പെർഫെക്റ്റ്ലി നമ്മുടെ ക്ലിയർ ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ക്രീം നന്നായിട്ട് പെർഫെക്റ്റ്ലി സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു രീതി ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ ഓൾറെഡി നമ്മുടെ ഡെക്കറേഷൻ കുറച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്രംബിൾസ് എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം ഒന്ന് നല്ല ക്ലിയർലി കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ റെഡ് വെൽവെറ്റ് കേക്ക് തയ്യാറാക്കുമ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മൾ ആ ഒരു ക്രീം അത് ഡിസൈൻ കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗവും നല്ല ക്ലിയർ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതാണ് എല്ലാ ഭാഗവും നന്നായിട്ട് അത് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആ ക്രീം എല്ലാം തേച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ്ലി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്കി പ്രൊസീജിയറൊക്കെ ചെയ്യാം. അതിനായിട്ട് നമ്മൾ കുറച്ച് മുന്നേ തയ്യാറാക്കി വെച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഞാനൊരു പത്ര പേപ്പർ ഒന്ന് വിരിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ബ്രെഡ് ക്രംസ് എന്നാൽ പുറത്തൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രെഡ് ക്രംസ് എല്ലാം നമ്മുടെ കേക്കിൻ്റെ തയ്യാറാക്കിയിരിക്കുന്ന ആ റെഡ് ക്രംസ് എല്ലാം ഇനി നമുക്ക് എല്ലാ ഭാഗം ഇതുപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് സൈഡ്സ് എല്ലാം നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുട്ടി കുട്ടി ഫ്ലവേഴ്സ് ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു നോസൽ എടുത്തിട്ടുണ്ട്. അതൊരു പൈപ്പിംഗ് ബാഗിലോട്ട് ഇൻസർട്ട് ചെയ്ത് കൊടുക്കാം. ഇൻസർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മുടെ ക്രീം ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പം ആ ഒരു പൂ തയ്യാറാക്കുമ്പോൾ ഒരു ലൈറ്റായിട്ട് ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഡ്രോപ്പ് റെഡ് കളറും കൂടി ആ ക്രീമിലോട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പൈപ്പിംഗ് ബാഗെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ക്രീം എല്ലാം ആഡ് ചെയ്ത് നന്നായിട്ട് പെർഫെക്റ്റ്ലി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നടുവശം ഒന്ന് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് ഗനാഷ തയ്യാറാക്കി നമ്മൾ വെക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടിന്നിൻ്റെ അടപ്പ് വെച്ചിട്ട് ഒന്ന് റൗണ്ട് ഒരു അടയാളം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കൊടുത്തതിന് ശേഷം നമുക്കിനി കുട്ടി കുട്ടി ഫ്ലവേഴ്സ് അതിൻ്റെ സൈഡ്സിൽ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് നോസലൊന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കുഞ്ഞൊരു ഫ്ലവർ പോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് പറ്റുന്ന പോലെ നമുക്ക് ഡിസൈനൊക്കെ വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലും നല്ല നല്ല ഭംഗിയായിട്ട് ഡിസൈൻസൊക്കെ അറിയാമെങ്കിൽ അതനുസരിച്ച് ചെയ്തോളൂ. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇനി നമുക്ക് റൗണ്ടിൻ്റെ നടുക്ക് ചോക്ലേറ്റ് ഗനാഷ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ചോക്ലേറ്റ് ഗനാഷ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഞാൻ ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗനാഷ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്നും പറഞ്ഞ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് കേട്ടോ, ചുമ്മാ നമുക്ക് പറ്റുന്ന രീതിയിൽ അങ്ങ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കി വന്ന് ആ ഒരു ക്രംബിൾസ് ഞാൻ കുറച്ച് സൈഡ്സ് കൂടെ ജസ്റ്റ് ഒന്ന് കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നമ്മുടെ കേക്കാണ് ഈ ഒരു റെഡ് വെൽവെറ്റ് കേക്ക്. വളരെ ടേസ്റ്റിയുമാണ്. വളരെ സിമ്പിൾ മെത്തേഡിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾക്ക് പറ്റുന്ന ഡിസൈൻസൊക്കെ നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ട് നമുക്ക് കേക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഇതുപോലെ ഒരു കേക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു കേക്കിൻ്റെ ഈ ഒരു റെസിപ്പിയും ആ ഒരു ഡിസൈനൊക്കെ നിങ്ങൾ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് ഫോളോയും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.